തരേണമേ ദയാനിധി ബുദ്ധിയും. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റൂബി ജോസിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എല്ലാ വർഷവും പഠന ഉപകരണങ്ങൾ അറേഞ്ച് ചെയ്ത് വളരെ കൃത്യതയോടെ ലയൺസ് ക്ലബ് ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം സാറിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ടിയിട്ട് നാലാം വർഷമായി സെൻറ് തോമസ് കോളേജ് NSS പ്രവർത്തകർ ഈ ഒരു എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സ്കൂളിൽ ഓടിയെത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ് തോമസ് കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആൻഡോ മാത്യു സാറിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുമ്പോൾ നമ്മുടെ പല സെന്റ് തോമസ് കോളേജിലെ കുട്ടികളും ലയൺസ് ക്ലബും ഒത്തൊരുമിച്ച് ഈ സ്കൂളിലെ ആശ്രമം ഗവൺമെന്റ് സ്കൂളില് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലൊക്കെ അവരുടെ നല്ല ഒരു സഹകരണം ഈ സ്കൂളിന് ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ പ്രകൃതി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, നോട്ട് ബുക്കുകൾ, വാട്ടർ ബോട്ടിലുകൾ, അതുകൂടാതെ ഫലവൃക്ഷ തൈകൾ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനം നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഈ ഒരു നല്ല ദിനത്തില് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം പല സെന്റ് തോമസ് കോളേജിലെ NSS സ്റ്റുഡന്റിനോടും ഈ സ്കൂളിനോടുമുള്ള ലയൺസ് ഡിസ്ട്രിക്ട് പ്രീവെന്റീവ് ബിയുടെ സന്തോഷം അറിയിക്കുന്നു. മാനുവൽ ലയൺസ് ക്ലബിനോടും ഡിസ്ട്രിക്ട് പ്രീവെന്റീവ് ബിയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനി അടുത്ത പരിപാടി ഇവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കൊടുക്കുന്ന ചെറിയൊരു കൈത്താങ്ങ് മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്. നട്ടുവെക്കാറുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാര് കുട്ടികളെ നിങ്ങളെ നോക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ചെടികളെങ്കിലും നിങ്ങൾ സംരക്ഷിക്കണം. സാറ് പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭൂമിയുടെ ശ്വാസം കവിതകൾ മാഞ്ഞു പോകരുതേ. കാറ്റിന്റെ ചിറകിൽ പറന്ന സ്വപ്നങ്ങൾ തളരാതിരിക്കട്ടെ. സ്വപ്നങ്ങൾ ഉറങ്ങുന്നു, മുറിവേറ്റ നദികൾ കടലിനോട് തന്നുടെ കഥകൾ പറയുന്നു. വറ്റിയ കാറ്റിലും മരങ്ങളുടെ ഓർമ്മകൾ പച്ചയായി നിലനിൽക്കുന്നു. നഷ്ടമായ കാടുകൾ മേഘങ്ങളിൽ നിന്നും നമ്മെ